അപ്പോൾ എന്തുകൊണ്ടാണ് ആ മല്ലി ആ ജമന്തിപ്പൂ എടുക്കത്തില്ല, കടയിൽ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതെന്നുള്ളത് അതിൻ്റെ കാരണം ഇപ്പം അദ്ദേഹം പറഞ്ഞു തരും. 50,000 രൂപ നഷ്ടമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ. നമ്മൾ യാത്രക്കിടയിൽ ഒരു ജമന്തിത്തോട്ടം കണ്ടു. അപ്പോൾ ആ ജമന്തിത്തോട്ടത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. മഴ വന്ന് ജമന്തി ചെടിയെല്ലാം ഇങ്ങനെ പടർന്ന് കിടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലൊരു ജമന്തിത്തോട്ടമാണ്, പൂവായി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ജമന്തിത്തോട്ടത്തിൻ്റെ ഇത്ര ഏക്കറിലാണ് കേട്ടോ ജമന്തിത്തോട്ടം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ കയറിയത്. നല്ല രസമുണ്ട്, നല്ല ജമന്തിത്തോട്ടം, നല്ല മണമാണ് കേട്ടോ. നല്ല ജമന്തിപ്പൂവിൻ്റെ നല്ല മണമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തെങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ ജമന്തിയുടെ തൈ ഇങ്ങനെ നട്ടു വെച്ചേക്കുകയാണ് കേട്ടോ. അവിടെ ആ സൈഡിൽ പൂവായി, ഇവിടെ ജമന്തിയുടെ ചെറിയ ചെറിയ തൈകൾ നട്ടു വെച്ചേക്കുകയാണ്. ഈ ജമന്തിപ്പൂ എതുക്ക് இப்படி போடுது? அது வந்து காஞ்சி வச்சு இப்போ வந்து மழை வந்து சாஞ்சிருச்சு. இல்லை இந்த எதுக்கு இப்போ ஜமந்திப்பூ எல்லாம் இப்படி வளர்த்துட்டே இருக்கு? இது வந்து கோயில் வளர்த்துட்டு போகுங்களா? கோயிலுக்கா மாலை கோர்த்துருக்கா? ஆமாம். சரி சரி. மாலை இல்லை, கோவிலுக்கு இது வந்து கெட்ட காரியத்துக்கு. இது வந்து இப்போ வந்து செத்தாங்கன்னா இதை கொஞ்சம் போடுவாங்களா? இப்போ பறிக்கிறதுக்கு ஆயிருக்கா, பிடுங்கிறதுக்கு ஆயிருக்கா? இந்த இப்போ வந்து ஆகாது, மழை வந்து சாஞ்சிருச்சு. சரி, மழை ஆமாம் சாஞ்சிருச்சு. 2 நாளைக்கு மழை தானே, அப்போ சாஞ்சிருச்சு. ஆமாம் சாஞ்சி. இது வந்து ஒன்றுக்காவது தூரத்தான் போடணும். இதெல்லாம் எதுக்கு இந்த புல்லெல்லாம் வெட்டுது? இந்த இது வந்து மாட்டுக்கு. உங்களுக்கு மாடு இருக்கா? நம்ம கொஞ்சம் தான் இது. உங்கள் இதா? ஆமாம், தோட்டமா இது? இங்கேருந்து அந்த ரோட் வரைக்கும். சரி 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 சரி. சோளம். அப்போ இனி இதுவரை ஜமந்திப்பூ விடுங்கிறதுக்கு ஆகலை இன்னும். இந்த இது வந்து ஆகாது. இந்த மந்தத்தில் எடுக்குமா இல்லையா? இந்த மந்த். சரி சரி. நம்ம ஒரு கன்று 2 ரூபா அது. இப்போ புதுசாக வச்சுருக்கு. ஆமாம், ഒരു തൈക്ക് 2 രൂപ. ஆமாம். അപ്പോൾ പുതുസാ വെച്ചിരിക്കുക, അത് പോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മഴ വന്ന് പോയത് കൊണ്ട് പുതുസാ വെച്ചിരിക്കുക. நாளாகி போச்சு அது. നാളായി പോയി വെച്ച്. ഇനിയിപ്പോൾ അതെന്നാ പണ്ണു? இன்னும் வந்து உழவு அடிச்சுட்டு இந்த மாதிரி நாத்தப்படணும். ശരി ശരി ശരി. വേറെ വെക്കണം, അതാണ് പറയുന്നത്. ഈ തോട്ടത്തിൽ തന്നെ ജമന്തി തൈ നട്ടിട്ടുണ്ട്. അതുപോലെ ആ ചേട്ടൻ പറയുന്നത് ഇതന്നെ ചേവൽപ്പൂവാ. ചേവൽപ്പൂ, കോഴിപ്പൂ നമ്മുടെ നാട്ടിൽ പറയും. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൂവിൻ്റെ ചെടിയുണ്ട്, അതും കൂടിയാണ് നട്ടേക്കുന്നത്. ഇത് പൂവായിട്ടില്ല, കുറച്ച് പൂവാകുന്നതേ ഉള്ളൂ. പിന്നെ ഇതേ മല്ലിപ്പൂ എല്ലാം പിടുങ്ങി എടുത്തിരുക്ക. അത് പൂ ഇരിക്കാ, കായ് பூ ஆயிருக்கா? பூ ஆகலை. ஆகலை. இப்போ பூ ആയിട്ടില്ല, മല്ലിച്ചെടി ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ. പൂവാകല. ഇത് കണ്ടോ, ഇത് എല്ലാം ആകുന്നേ ഉള്ളൂ. இந்த மாதிரி ஆகுது. என்ன இப்போ வந்து மழை, இப்போ வந்து மருந்தடிக்கல. மருந்தடிச்சா தான் பூ மொட்டை ஆயிடும். ஆமாம், இப்போ வந்து மொட்டை தானே இருக்குதெல்லாம். ஆமாம் ஆமாம். பூ ആകുന്നதுக்கு മരുന്നടിക്കണം. പൂ എന്നാൽ മാത്രമേ പൂവായിട്ട് വരത്തുള്ളൂ. അതുവരെ ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതിപ്പോൾ മരുന്നടിക്കാനായിട്ട് ഇരിക്കുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഏക്കർ കണക്കിന് മല്ലിപ്പൂവാ, മല്ലിപ്പൂവ്, പിന്നെ അതുപോലെ കോഴിപ്പൂവ്, അത്രയും ചെടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തോട്ടത്തിലെ ഇത് കണ്ടോ, എന്ത് കഷ്ടപ്പെട്ട് അവർ വെച്ചതാ. ഒരു 2 മഴയത്ത് പോയി, പൂവെല്ലാം പോയെന്നാണ് അവർ പറയുന്നത്. ഇതിനി ഒന്നിനും കൊള്ളത്തില്ല, വേസ്റ്റായെന്നാണ് പറയുന്നത്. ഇതേ നല്ലൊരു ബട്ടർഫ്ലൈ അതേ ആ പൂവിലിരിക്കുന്നുണ്ടോ. അപ്പോൾ എന്നാ കഷ്ടപ്പെട്ട്, ഇവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വെച്ചതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു മഴയത്ത് ഇത് മുഴുവൻ പോയി. ഇതിനി വേസ്റ്റാണെന്നാണ് പറയുന്നത്, ഇതിനി കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത്. ഇത്രയും പൂ അവർക്ക് പോയി. ഇത് അവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കോവിലേക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ കൃഷി ഇത്രയും ഉണ്ടായിരുന്ന ജമന്തിപ്പൂ മുഴുവൻ പോയെന്നാണ് പറയുന്നത്. ഒരു 2 മഴയിൽ മുഴുവൻ ഇങ്ങനെ ചാഞ്ഞ് പൂവെല്ലാം നല്ല പൂവാണ്, പക്ഷേ ഇങ്ങനെ ചാഞ്ഞ് കിടന്നുകൊണ്ട് ഇതിനും കടയിലെ ഫസ്റ്റ് ക്വാളിറ്റിയിൽ കിട്ടത്തില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ആ ജമന്തിപ്പൂ എടുക്കത്തില്ല, കടയിൽ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതെന്നുള്ളത് അതിൻ്റെ കാരണം ഇപ്പം അദ്ദേഹം പറഞ്ഞു തരും. இந்த மாதிரி இது இருக்கக்கூடாது, அலுவல். ഇത് കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ചീഞ്ഞു പോയി, അതുകൊണ്ട് ഇത് എടുക്കത്തില്ല. അതാണ്.
ചിലത് இந்த மாதிரி போயிடும். ഇത് കണ്ടോ, ഇതിന്റെ ഫ്രണ്ട് ഭാഗം എല്ലാം കണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ അത് അഴുകും പെട്ടെന്ന് ഇതിന്റെ എതളുകൾ. ഇത് நல்லா இருக்கும். അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ വെയിൽ വേണം. ഇതിന്റെ ഇതെല്ലാം ഇത് കണ്ടോ, ഭാഗം എല്ലാം ചീഞ്ഞു പോകുന്നുണ്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാങ്ങ മാട്ടാங்க, ആരും വാങ്ങത്തില്ലെന്നാണ് പറയുന്നത്. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. അതാണ് ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ചീഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ மொக்கையா இருக்கும். இது வந்து இப்படி இருக்கிற வந்தெல்லாம் அங்கே வாங்க மாட்டோம். இதை வெட்டிட்டு போய் இது வந்து பறித்து கொண்டு போட்டு இதை ரூபா எடுக்க மாட்டோம். வேறு வந்து குப்பையெல்லாம் போட்டு வரணும். நம்ம பெட்ரோல் செலவு 100 ரூபா ஆயிரும் இங்கேருந்து சாரையில். அப்புறம் நம்ம கொஞ்சம் டீ குடிச்சிருவோம், சாயா. கஷ்டமாக இருக்கு. ஆமாண்ணா, இது வந்து நட்டம் தான் ஆகும். இது மொத்தமே 10,000 ரூபாய்க்கு தான் வந்திருக்கு. அப்படியா? 10,000 ரூபாய்க்கு இருக்குது. ஆமாண்ணா, இப்போ வந்து நட்டம் தானே இது. அப்போ இப்போ வந்து நல்லா வந்து 50,000க்கு வரணும். 50,000க்கு வரணும். நீங்கள் நட்டதுக்கு எவ்வளோ அமௌண்ட் ஆயிடுச்சு? இது வந்து கண்ணே 4,500 ரூபா. தைக்கு 4,500 500 இப்போ வந்து 2 ஆள் 500 ரூபாய்க்கு நட்டிருக்கு. வேற நான் இது வந்து தண்ணி வச்சிருக்கு, மருந்து அடிச்சிருக்கு, களை வெட்டணும், அதெல்லாம் செலவு. இது மொத்தம் இது வந்து 10,000 ரூபாய்க்கு வந்து 10,000 രൂപയ്ക്ക് കളയും എല്ലാം പറിച്ച് മരുന്നടിച്ച് എല്ലാത്തിനും കൂടെ 10,000 രൂപ. ഇത് വിറ്റാൽ 50,000 രൂപ കിടക്കും. அதான் மழை வந்து இப்போ வந்து சாய்ச்சிருச்சுல துப்புரா. அதனால இப்போ 50,000 രൂപ നഷ്ടമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ മഴ അന്നേക്ക് தான் பேஞ்சிருக்கு. 2 നാളേക്ക് അടിക്കടി മഴ പെയ്തതിനാലേ മൊത്തം ചീഞ്ഞു പോയി. 50,000 രൂപ നഷ്ടം. തൊട്ട് പോച്ചാ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് 2 ദിവസത്തെ മഴയ്ക്കുള്ള നഷ്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം പോയി എന്നാണ് പറയുന്നത്. 50,000 രൂപ മഴ പെയ്തത് കൊണ്ടാണ് ഇത്രയും നഷ്ടം വന്നതെന്നാണ് പറയുന്നത്. എല്ലാം ഭാഗ്യമാണെന്നാണ് പുള്ളി പറയുന്നത്. ഇതിനൊരിക്കലും മഴ പാടില്ല, മഴ വരാൻ പാടില്ല. മഴയില്ലാതെ ഇത് പൂത്ത് കായ്ക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ഇത് വിറ്റാൽ പൈസ കിട്ടത്തുള്ളൂ. മഴ പെയ്തു പോയാൽ അപ്പം തന്നെ ഇത് ചീഞ്ഞു പോവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 2 ദിവസത്തെ മഴക്കെടുതിയിൽ അദ്ദേഹത്തിന് 50,000 രൂപയാണ് നഷ്ടമായിരിക്കുന്നതാണ് പറയുന്നത്. സർക്കാരിൽ നിന്നൊന്നും ഒന്നും കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. என்ன வர்றவங்க ஆளை காணும்.